മളു ഇവിടെ ശ്രദ്ധിക്ക് പാട്ട് മിഴിരണ്ടിലും മിഴി ഇവിടെ നോക്ക് വഴിമാറുവാൻ മിഴിരണ്ടിലും നിൻ സമ്മതം ഇളനീ പകരം തരും ചൊടി രണ്ടിലും സമ്മതം വളകിലുങ്ങുന്ന വളങ്ങട് കിളിങ്ങട്ടെ കിലിങ്ങണ്ടേ കിളിക്കി തരാടാ വളകിലുങ്ങുന്ന മാളു ഇത്തവണ ഞാനൊരു തീരുമാനം എടുത്തു. ഇക്കൊല്ലം ഞാൻ ഒറ്റയ്ക്കാ പാടുന്നത്. നിങ്ങൾ പാടുക, അതാകുമ്പോ നിങ്ങളുടെ പ്രാക്ടീസ് നടക്കുമല്ലോ. അതെന്താ അപ്പോയിട്ടാ ഞങ്ങള് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അപ്പോയിട്ടിന് എന്റെ കൂടെ പാടില്ലേ? അതെന്തായാലും നന്നായടാ. ചേട്ടന്മാരായ ഇങ്ങനെ വേണം. ഇപ്പഴാണ് നിനക്ക് വിവരം വെച്ച്. വെള്ളം എടുത്തു തരോ? വെള്ളം ഞാൻ എടുത്തു തരില്ലേ? നീ എന്തിനാ മാളുവിനെ വിളിക്കണേ? നീ പ്രാക്ടീസ് നടക്കട്ടെ. കേട്ടാ. പ്രാക്ടീസ് ശലഭം പാടറ, നീ പാട്. ശരിയാക്കി തരാട തെണ്ടി. നീ പരിപ്പളം കുടിച്ചാ ഇത് നിന്റെ അവസാനത്തെ പാടണം. വളകിലുങ്ങുന്ന അബി വെള്ളം കുച്ചോ കുടിക്കടാ, അതവൻ്റെ ഒട്ടിക്കത്ത കുട്ടിയാ. കുടിച്ചോ പാട് ഒന്നുകൂടി പോകാതെ പഠിക്കും. ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം വളകിലുങ്ങുന്ന താളം പോലും മധുരമാം സമ്മതം. ശരിയായിട്ടാ. എന്റെ ജീവനാണെന്ന് അറിയാൻ സമ്മതം. പണിപാളിയുടെ മോനെ വിട്ടോടാ. ശലഭം വഴിമാറുവാൻ മിഴി രണ്ടിലും നിൻ സമ്മതം. അപ്പു എന്ത് കൈപ്പുന്നോട് നിനക്ക് നോക്കിയേ, പോയ സൗണ്ട് തിരിച്ചിട്ടി. എല്ലാരും ഉണ്ടല്ലോ. അബി കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ റെഡി ആക്കിയിട്ടുണ്ട്. മാളു ഡാൻസ് പിള്ളേരെല്ലാം 6 മണിക്ക് മുന്നേ റെഡി ആവണം. രണ്ടാമതാണ് പരിപാടി. അതായത് നിങ്ങൾ രണ്ടുപേരും പാട്ട് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ ലച്ചുവിന്റെ പാട്ട്, കുഞ്ഞുവിന്റെ മോണാക്ട്, അബി മിമിക്രി. കഴിഞ്ഞ പ്രാവശ്യത്തെ ആവരുത്, പൊളിക്കണം തീർച്ചയായും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ രണ്ടുപേരും പാട്ടാണ്. എന്നെ കൊണ്ട് പോയി. അപ്പോ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ശരിട്ടാ. അജു ഇങ്ങ് അപ്പോ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ അജു, ഇതെന്താ എന്റെ പരിപാടി 36ാമതാക്കിയത്? ആദ്യം ഇടാന്ന് പറഞ്ഞല്ലേ? എടാ അത് എന്താണെന്നറിയോ, നമ്മുടെ കൂടുതൽ പരിപാടിയും പാട്ടാണ്. പാട്ട് മാത്രമേ കഴിഞ്ഞാൽ ബോറാവിച്ചാണ് സുധിയായിട്ട് എങ്ങനെ ഇട്ടിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ 11 മണിയാവൂലേ? പിന്നെ ആരെ കാണിക്കാനാ? ഇല്ലടാ, ഇപ്രാവശ്യം നമ്മുടെ പരിപാടി കാണാൻ ആളുണ്ടാവും. കാരണം ആ ഒളിമ്പിലെ പരിപാടിയൊന്നും തീരെ പോരാ, ആളില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഗ്രൗണ്ടിൽ നമ്മുടെ ആൾക്കാർ മൊത്തം ഉണ്ടാവും. നീ പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട, പ്രാക്ടീസ് ചെയ്യാൻ അടിപൊളിയായിട്ട്. ഓക്കെ. ശലഭം മാളു, ശലഭം അവിടെ. ഇക്കൊല്ലം ഞാൻ പാടുന്നില്ല മാളു. നിങ്ങളുടെ പാട്ടും പ്രാക്ടീസും നടക്കട്ടെ, ഞാൻ പോണു. അപ്പോയിട്ടാ നിക്ക്. അപ്പോയിട്ടാ ശലഭം മാള് തന്നെയുണ്ട്. കൂടെ നാരായണ തേണ്ടിണ്ടല്ലോ. ഞാൻ പോണ്ട, മനുഷ്യന്റെ സമാധാനം. അപ്പോയിട്ടിന് എങ്ങടാ പോയേ? അപ്പോയിട്ടിനാ അവനവൻ്റെ കല്യാണം കഴിക്കാത്ത മേമയുടെ ജനിക്കാത്ത കൊച്ചിന്റെ കാതുത്തിന് സ്വർണ്ണം എടുക്കാൻ പോയതാ. എന്തായാലും നിനക്ക് പോണാ? അപ്പോയിട്ടാ മാളൊന്നേ ഞാൻ കുറച്ച് സംസാരിക്കണ്ട്. മാളിപ്പോ സംസാരിക്കാൻ ഒന്നുമില്ല, ഞങ്ങൾക്ക് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ്. മാളു വാ, പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. അബിടാ എന്താടാ നീ എന്താടാ ഇങ്ങനെ? ഒന്നുമില്ല, നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചോടൊന്നുമല്ലടാ. പിന്നെ നിനക്കറിയാലോ അപ്പോൾ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാന്ന്. അങ്ങനെയുള്ള അവനിപ്പോൾ പാർണില്ലെന്ന് അവൻ പറയണേ. പാടണ്ട കേട്ടാ നീ, അങ്ങനെയുള്ള അവനിപ്പോൾ പാർണില്ലെന്ന്. പാടണ്ടേ? എടാ കോളാമ്യൂറാ,
നീ കൊച്ചിന്ന് കൊണ്ടുവന്ന കാശുണ്ട്, നിന്റെ മൂഡ് ഭയങ്കര ആ വിനുവിനെപ്പോഴുള്ള ഉള്ളവന്മാരോട് സംസാരിച്ച ശീലത്തിലേ നീ ഞങ്ങളോട് കൊണ്ടുവന്ന് നിൽക്കണം. നിന്നെ നെഞ്ചടിച്ച് വിളിക്കും ഞാൻ. പിന്നെ ആ പോയവൻ പറഞ്ഞോണ്ട് മാത്രാ ഇത്ര കാലം നിന്നെ തൊടായിരുന്നു. ഇനി നിനക്കെന്തെങ്കിലും പറ്റി പകരം ഞങ്ങളുടെ അപ്പു സ്റ്റേജിൽ കയറുകയാണെങ്കിൽ ഞങ്ങൾ അതും ചെയ്യും. അവനൊക്കെ കാലം നോക്കി വെച്ചിട്ട് അവനോട് മാറക്കാൻ പറ. അബിയേട്ടാ ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിക്കട്ടെ. മാള് പറഞ്ഞോണ്ടാ, അല്ലാണ്ട് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. പോടാ മാളു ഞാനോടെ ഉണ്ടാവും. പോടാ. ഈ പൊട്ടനായി പോയി തൊണ്ടക്കുത്തേന്. മാളു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. കൃത്യമായി ആദ്യം ലിസ്റ്റിൽ കേൾക്കണം അപ്പൂൻ്റെ പരിപാടി എങ്ങനെ അവസാനത്തേക്ക് പോണേ. അപ്പൂൻ്റെ കാസറ്റ് മാത്രം എന്താ പൊട്ടിപ്പോണേ. എൻ്റെ മാളു, നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് പാടാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൻ ഈ പാട്ട് തിരിച്ചുള്ള അലമ്പ് മൊത്തം അവിടെ നിന്ന് കാണിക്കണേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ വർഷത്തെ പരിപാടി തന്നെ എടാ എത്ര രസമായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്തടാ. എന്നിട്ട് അവർക്ക് കറക്റ്റ് സമയത്ത് സ്റ്റേജ് കയറാൻ പറ്റിയ ആ സമയം നോക്കി തന്നെ ആ തെണ്ടി ചക്കന് തലയിറക്കം വന്നില്ലേ. അപ്പോഴും അവൻ പാട്ട് പാടി തീർക്കാനല്ലല്ലോ നോക്കിയത്, അവൻ അവൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ടോ അവിടെ ചെന്നപ്പോൾ അവൻ്റെ തലയിറക്കം പോയിട്ട് ചെറിയൊരു തലവേദന പോലും ഇല്ല. അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് വന്നപ്പോഴാണ് നിങ്ങൾ ആണിച്ചൻ പോയി കിടന്നുറങ്ങി. നാട്ടുകാരും പോയി പാട്ടുകാരും പോയി, നീയും ഇല്ല ആരുമില്ല. പിന്നെ ആരെ കാണിക്കാനാണ് പാടണത്? നീ പ്രസ് ലിസ്റ്റ് കണ്ട മാളു, അവൻ്റെ പേരെങ്ങനെ അവസാനത്തേക്ക് വന്നേ? മാളു ഇപ്പോഴും അവൻ്റെ കൂടെ പാടണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, പക്ഷേ പുറത്തെടുത്ത് നിൽപ്പുണ്ട്, അവനെ കാണാതെ പോരുത്, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതെന്താ പൊട്ടൻ്റെ കഥ കളിയോ? എന്തായാലും മാളു ചെല്ലാൻ നോക്ക്, അവനവിടെ നിൽപ്പുണ്ട്. കുറങ്ങനെ അവിടെ നോക്കണ്ടല്ലോ. ആ പണി ഒത്തിട്ടുണ്ട് കേട്ടോ. വലിയ നടക്കോ ശരിയാവൂലേ? പിന്നല്ല, തീർന്നറവി, നീ തീർന്നു. ഇതോടെ എല്ലാം കലങ്ങി തെളിയും, നീ കണ്ടോ? വലിയ വലിയ പിന്നെ നിങ്ങളുടെ പുന്നാര കൂട്ടുകാരനോട് പറഞ്ഞേക്ക് ഈ കൊല്ലം എൻ്റെ കൂടെ പാട്ടുപാടിയില്ലെങ്കിൽ പിന്നെ മാളു മാളു എന്ന് വിളിച്ച് എൻ്റെ പുറകെ വന്നേക്കരുത്. മര്യാദക്ക് പ്രാക്ടീസിന് വരാൻ പറ. എടാ അവൻ പാടുന്നോണ്ടേ നിനക്കിപ്പോൾ എന്താ വിഷയം? അവൾ എന്തായാലും നിന്റെ അവൻ പാടാന്ന് പറഞ്ഞു, പിന്നെ ഇപ്പം എന്താ കുഴപ്പം? ഏടത് ശരിയാവൂല. ഒന്നാമത് ഈ വീട്ടുകാരും എല്ലാവരും പറഞ്ഞ കൊടുക്കത്തെ ചേർച്ചയെന്നാണ്. ഇനി ഒരുമിച്ച് സ്റ്റേജിൽ കയറല്ലേ? ഓക്കെ, ഈ നാട്ടുകാരും പറയും അവിടെ കൊടുക്കത്തെ ചേർച്ചയെന്ന്. ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ഉടായ്പും കാണിച്ച് ഇത്ര നാളെ സ്റ്റേജിൽ കയറ്റായിരുന്നത്. ശരിയാവൂല. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങിയാലോ? കയ്യോ കാലോ നീ പറ. എടാ കയ്യും കാലം പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. എടാ അവിടെ മനസ്സ് മാറിയെന്ന്. മനസ്സ് മാറിയാ? ആ എങ്കിലിത് അലമ്പിൻ്റെ പരിപാടിയായിരിക്കും. ഇവന്മാരെ 2-3 ദിവസം മുന്നേ അലമ്പിൻ്റെ ഒപ്പം തെണ്ടിത്തിരിഞ്ഞ് ഞാൻ കണ്ടാണ്. മുട്ട വെച്ചിട്ട് എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള പരിപാടിയാ. കൂടോത്രം നല്ല അമ്പിനൊന്ന് കണ്ടാലോ? എടാ അവൻ ഉടായിപ്പാണ്, അതേപോലെ തന്നെ ആർത്തിപ്പണ്ടാരമാണ്. നിന്റെ കാശ് വല്ല ഉണ്ടോ? കാശി കൊപ്പളക്കാലത്ത് കുറച്ച് തേങ്ങടൊക്കെ ഉണ്ട്. തേങ്ങയാ? ആ ബാ അല്ലേ, നമ്മൾ ഈ തേങ്ങ ഇപ്പം എത്ര കിട്ടും? കടയിൽ ചോദിക്കണം. സുഖേട്ടോ, സുഖേട്ടോ. ആവിനോ ചേട്ടാ നീ എന്താണ് ഇവനെ വിളിച്ചോണ്ട് വന്നേക്കണേ? ഇവന്റെ ചേട്ടന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് കാശും ചോദിച്ചു തന്നപ്പോ ആ പൊട്ടൻ കഴിവർ എന്നെ പിടിച്ചിടിച്ചേക്കും. അല്ലേട്ടാ, അവൻ്റെ ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നേക്കണത്. ഇപ്രാവശ്യത്തെ പരിപാടിക്ക് അവൻ സ്റ്റേജിൽ കയറി പാടരുത്. പാടരുതെന്ന് പറഞ്ഞാൽ പാടരുത്. എടാ ഈ മണ്ടന്മാർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഇല്ല. ഞാനും എടാ നിങ്ങൾ ചേട്ടൻ അനിയന്മാരെ തമ്മിലുള്ള വിഷയമല്ലേ, നിങ്ങൾ സംസാരിച്ച് തീർക്ക്. വെറുതെ ബാക്കിയുള്ളവരെ ഇടി കൊണ്ട് തൂർപ്പിക്കണം എന്തിനാടാ? ചേട്ടന് എന്ത് ചെയ്യാൻ പറ്റും അവൻ പാടാതിരിക്കാൻ? ഒരാളുണ്ട്, അവനൊന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ കട്ടിൽ നിന്ന് എഴുന്നേക്കില്ല. അത് മതിയാ? അത് മതി, അത്രയൊന്നും വേണം ചേട്ടാ. നീ എന്തൊക്കെയാ പറഞ്ഞേ? എടാ ഇതൊക്കെ വേണോ? നീ ഒന്ന് ചുമ്മാരുന്നേ, അവന് ഈ പണിയിലും വേണം. ചേട്ടാ ആളാരെന്ന് പറഞ്ഞേ? എടാ നീ വെട്ടാൻ വരണ പോത്തുനിന്ന് കേട്ടുന്നത് ചൂട്ടുള്ളി മനോജ്, കൈപ്പൂട്ട് മനോജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറയും. അവൻ ആ പൂട്ടിട്ട് കഴുത്തിലെ മറന്നിട്ടൊരു പ്രയോഗമുണ്ട്, അതിലവൻ്റെ ഒച്ചങ്ങ് തീരും. എതിരാളി കൈ കിടന്ന് പെടയണ നേരത്തെ അവനെ നട്ടലിടിച്ച് അവൻ ചാറാകും. പിന്നെ അവനെ നോക്കണ്ട. എടാ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ, ഇതൊക്കെ വേണോ? എന്തായാലും വേണം. കൈപ്പൂട്ട് മനോജിന്റെ കൈ കിടന്നവൻ പെടയണം. ഉറപ്പിച്ചാ നീ ഇത് വേണമെന്നുള്ള കാര്യം? ആ ഉറപ്പിച്ച്. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ കുറുക്കമല കയറാം. നേരെ പുള്ളിയെ ചെന്ന് കണ്ട് പണി ഏൽപ്പിച്ച് വെളുക്കും മുന്നേ നമുക്ക് തിരിച്ച് മല ഇറങ്ങി പോരാ. ആ മനോജേട്ടാ, മനോജേട്ടാ.
ആരത്? ഞങ്ങളെ സുഖോട്ടം പറഞ്ഞിട്ട് വന്നതാണ്. ആടാ മനസ്സിലായി. ഞാൻ സാധാരണ ഈ ജാതി കീഴ് കേസൊന്നും എടുക്കാറില്ല. ആ നീ പേടിക്കൊന്നും വേണ്ട. നീ അവനെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുമ്പോ മേടിക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ മേടിച്ചിട്ട് മനോട്ടാ അതെ ഇന്ന് ഇടിക്കണ്ട, ക്ലബിലെ പരിപാടി അന്ന് ഇടിച്ചാൽ മതി. ഇന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിലേ അവൻ്റെ അസുഖം മാറി അന്നവൻ പാട്ടോടാൻ കയറും. അതുകൊണ്ട് ഇന്ന് ഇടിക്കണ്ട. ഞാനാണെങ്കിൽ ഇന്നത്തെ പണിയും കഴിഞ്ഞിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കായിരുന്നു. ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പക്ഷെ നീ പേടിക്കണ്ട, എൻ്റെ ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ ചെക്ക ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്കുള്ളൂന്ന്. ഈ കൈ കണ്ട നീ രണ്ട് പിടിച്ചോക്ക്, ആന പിടിച്ച കുലുങ്ങില്ലേ. കൊറേ പേരുണ്ടല്ലോ. എന്താ എന്ത് പറ്റി? അപ്പോഴിനെ കാണുന്നില്ല. അപ്പുവിനെ കാണാനില്ലേ? ഇവനിത് എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നതാ. എടാ വിഷ്ണു, അപ്പോടെ എന്താ പറ്റി? അപ്പോഴിനെ കാണുന്നില്ല. കാണുന്നില്ലേ? ഇവനിത് എവിടെ പോയി? അതറിയാനല്ലേ നിങ്ങളെ വിളിച്ചത്. പരിപാടി എന്തായി കാര്യങ്ങള്? ആൾക്കാർ പോകാൻ തുടങ്ങിട്ടാ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളടുത്ത് കാര്യം നോക്കിക്കോ. ഞങ്ങൾ നാളെ നോക്കിട്ട് വരാം. ചെല്ലു ചെല്ലു പെട്ടെന്ന് ആട്ടെ. അതിന്റെ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കിട്ട് വേണം. അടുത്തതായി വേദിയിൽ നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. കലാസൃഷ്ടിയുമായി കാക്കശ്ശേരിയുടെ ലിബർട്ടിയുടെ അഭിമാന താരങ്ങളായ അജിത്തും മാളവികയും. നമ്മളപ്പല്ലേ അവൻ കുറെ പാടുപെടും. എടാ അതെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞാൽ ബാലസംഘത്തിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പാ. 1ാം സമ്മാനം MTV സൈക്കിളാ. ഒരു കൂപ്പൺ എടുക്കാൻ പോകും. എവിടെയായിരുന്നു അപ്പോയിട്ടാ? ഞാൻ അവിടെ പേടിച്ചുപോയി. ഞാൻ പേടിച്ചോ? എന്നാ ഞാനിനി എങ്ങും പോകുന്നില്ല. പോരെ? മോനാദ്യം പാടാൻ നോക്ക്. ഇത് നമ്മ അപ്പല്ലേ? അതെ അപ്പോണ്. ഇവന്റെ ഇവിടെ അവരുടെ 4ാമത്തെ പാട്ടാണത്. അപ്പൊ മറ്റവൻ എന്ത്? ആരി? അബി. അബിയ ചേട്ടാ മോത്ത് കുരു. മോഹക്കുരു വേണം തോന്നുന്നു. സാധാരണ പെണ്ണുങ്ങൾ മോഹിക്കുമ്പോഴാണ് ഇങ്ങനെ കുരു വരുന്നത്. അതെ അതെ. എന്താ ചെയ്യാ, ഭയങ്കര ഗ്ലാമറായി പോയില്ലേ. ഇത് പിന്നെ ഒരു പെണ്ണൊന്നല്ല തോന്നുന്നുണ്ട്, പഞ്ചായത്ത് മൊത്തം പ്രേമിക്കാ തോന്നുന്നുണ്ട്. നീ ഇത് കണ്ട ആകെ കുരു. ഇത് ചിക്കൻ ബോക്സ് അല്ലേ? എടാ അബി, എടാ ഓടിക്കോടാ, ഇത് മറ്റേതാ. ചിക്കൻ ബോക്സാ. അബി അബി, എന്താ അമ്മേ? നീ എന്താ മരുന്നൊന്നും കഴിക്കാത്തെ? കഴിച്ചോളാം. ഡാ, നീ ആ ചെക്കനെ പാട്ട് കേൾക്കണ്ട. എന്ത് രസായിട്ടാവൻ പറഞ്ഞല്ലേ. ഇതിന് മാമൻ കേൾക്കണ്ട, രണ്ടിനെയും പിടിച്ച് കെട്ടിച്ച് കളയും. മാമൻ വിഷമിച്ചു. പാട്ട് കരണ്ട് പോണില്ലേ? പാട്ട് തോന്നുന്നു.